യേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ 101 മുതൽ 200 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തി തന്നിട്ടുള്ളവയിൽ ബ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം അല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ ബ്രൂണറുടെ ബിംബന ഘട്ടങ്ങൾ നമുക്ക് മനഃപ്പാടമാണ് അല്ലേ. ബിംബനഘട്ടം, പ്രവർത്തന ഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടമാണ്. അതിൽ പ്രശ്ന നിർദ്ധാരണ ഘട്ടമാണ് ശരിയല്ലാത്തതുള്ളത്. ഇനി 102ാമത്തെ ചോദ്യമാണ്. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ബുദ്ധിക്ക് മറ്റു ബുദ്ധിരൂപങ്ങളെക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. അത് ഏത് ബുദ്ധിക്കാണ്? അത് വൈകാരിക ബുദ്ധിക്കാണ് അല്ലേ. ഗോൾമാൻ എന്ന് പറയുമ്പോൾ വൈകാരിക ബുദ്ധിയാണെന്ന് ഓർത്തു വെക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ. ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം ഏതാണെന്നാണ്. ഗാഗ്നെ ആണെങ്കിൽ പ്രശ്ന പരിഹരണമാണ് കേട്ടോ. ഗാഗ്നെ പ്രശ്ന പരിഹരണമാണ് ഗാഗ്നയുടെ പഠന ശ്രേണി അനുസരിച്ചിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അപർണയ്ക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പഠന പ്രശ്നങ്ങളും ഉണ്ട്. അവൾ അനുഭവിക്കുന്നത് എന്താണെന്നാണ്. അപ്പോൾ വായനാപരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഡിസ്ലക്സിയാണ്. ഡിസ്ഗ്രാഫി ആണെങ്കിൽ എഴുത്ത് പരമായിട്ടുള്ളതാണ്. ഡിസ്കാൽക്കുലി ആണെങ്കിൽ എന്താണ്? ഗണിതപരമായിട്ടുള്ളതാണ് അല്ലേ. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരു ചലനത്തിനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇനി 105ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടീഷനിങ്ങിലെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഇടക്കാലത്തേക്ക് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും പഠനത്തിൽ ഉൾപ്പെടുന്നു. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻറ്റിക് കണ്ടീഷനിങ്ങും ഒന്നുതന്നെയാണ്. മൃഗങ്ങളെ മാത്രമേ കണ്ടീഷനിങ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം അതിൽ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർധന വ്യതിയാനങ്ങളുടെ പഠനത്തിൻ്റെ ഏതു മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ്. അത് വൈകാരിക മണ്ഡലമാണ്. വൈകാരിക മണ്ഡലമാണ് കേട്ടോ. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ലേ, അപ്പോൾ അത് വൈകാരിക മണ്ഡലം. 107ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തികൾക്കിടയിൽ ഒന്നോ അതിലധികമോ വ്യക്തികളുടെയോ വ്യതിയാനങ്ങളുടെയോ അറിയപ്പെടുന്നത് വ്യക്തി വ്യത്യാസം എന്നതാണ്. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്തതാരാണ്? അത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. ഇനി 109ാമത്തെ ക്വസ്റ്റ്യൻ. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതങ്ങളെ കൈവരുന്ന വിനയനമാണ് ഹെറ്ററോണമി അതോറിറ്റി. ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതങ്ങളിലൂടെ കൈവരുന്ന വിനയനമാണ്. അപ്പോൾ നമുക്ക് പിയാഷെയുടെ സന്മാർഗിക വികാസ ഘട്ടങ്ങളൊന്ന് നോക്കാം. ആദ്യത്തേത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായമാണ്. അനോമി എന്നതാണ് അല്ലേ. അനോമി. അപ്പോൾ അനോമി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? റൂസോ നിർദ്ദേശിച്ച, നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണത ഫലത്തിൻ്റെ വിനയനം ഏതാണെന്ന്, ഉൾപ്പെട്ട ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനോമിയാണ്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണത ഫലത്തിൻ്റെ വിനയനം. നൈസർഗിക പരിണത ഫലത്തിൻ്റെ വിനയനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനോമിയാണ്. അടുത്തത് നിയമവ്യവസ്ഥയില്ലാത്തതും വേദനയും ആനന്ദവും കുട്ടികളുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നതുമായ സന്മാർഗിക രഹിതമായ ഘട്ടമാണ് അനോമി എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോണമി അതോറിറ്റിയാണ്. ഹെറ്ററോണമി അതോറിറ്റിയിൽ 5 മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതിൽ ഹെറ്ററോണമി അതോറിറ്റി ഘട്ടം എന്ന് പറയുന്നത് പ്രതിഫലനവും ശിക്ഷയും സന്മാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന ഘട്ടമാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും വന്നിട്ടുള്ളത്. മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനമാണ് ഹെറ്ററോണമി അതോറിറ്റി. അത് 2ാമത്തെ ഘട്ടമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി 8 മുതൽ 13 വയസ്സ് വരെയുള്ള ഘട്ടം, പിന്നെ 8 മുതൽ 13 വയസ്സ് വരെയുള്ള ഘട്ടമാണ് ഏതാണ്? ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണ്. ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണ്. അതിൽ എന്താണ് പറയുന്നത്? തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടമാണ്. തനിക്ക് വേദനയുണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുതെന്ന് കുട്ടി ചിന്തിക്കുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ 3ാമത്തെ ഘട്ടമാണ് ഹെറ്ററോണമി അതോറിറ്റിയാണ്. ഇനി അവസാനത്തെ ഘട്ടമാണ് ആറ്റോണമി അഡോളസൻസ്. നീതിബോധനത്തിൻ്റെ ഘട്ടം എന്ന് പിയാഷെ വിശേഷിപ്പിച്ച സന്മാർഗിക വികസന ഘട്ടമാണ് ആട്ടോണമി അഡോളസൻസ്. ഇനി 110ാമത്തെ ക്വസ്റ്റ്യനാണ്. ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്യാശയങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്.
സമഗ്രത എന്ന് പറയുന്നത്. ഇപ്പം ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പ്രസക്തമായിട്ടുള്ള എല്ലാ പാഠ്യാംശങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സമഗ്രത എന്ന് പറയുന്നത്. ഇനി 111ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആശയ സമ്പാദന മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? അത് ബ്രൂണറാണ് അല്ലേ. ഇനി 112 പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങളിൽ പെടുന്നത്. അത് ആർജിത അളവിൻ്റെ ഉപയോഗം, പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, ഭാഗികമായ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതെല്ലാമാണ് പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ് തന്ത്രങ്ങളിൽ പെടുന്നവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പഠനാന്തരണം പഠന പ്രസരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സിദ്ധി മനഃശാസ്ത്രം, സാരൂപ്യ സിദ്ധാന്തം, അന്തർദൃഷ്ടി സിദ്ധാന്തം. ഇവയെല്ലാം പഠനാന്തരണവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ്. ഏതൊക്കെയാണ്? സിദ്ധി മനഃശാസ്ത്രം, പ്രാരൂപ്യ സിദ്ധാന്തം, പിന്നെ സാരൂപ്യ സിദ്ധാന്തം, പിന്നെ അന്തർദൃഷ്ടി സിദ്ധാന്തം. 114ാമത്തെ ക്വസ്റ്റ്യൻ ആവർത്തന സങ്കലന രീതിയിൽ ഗുണന പട്ടിക നിർമ്മിക്കുകയും ഗുണനഫലത്തെക്കുറിച്ച് യുക്തിപരമായ ചില ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്മരണ എന്ന് പറയുന്നത്. ആവർത്തന സങ്കലന രീതിയിൽ ഗുണനപ്പട്ടിക നിർമ്മിക്കുകയും ഗുണനഫലത്തെപ്പറ്റി യുക്തിപരമായ ചില ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ സ്മരണയാണ്. 115 വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതയിൽ പെടുന്നത് അക്രമരാഹിത്യമാണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതയിൽ പെടുന്നത് അക്രമരാഹിത്യം. അടുത്ത ക്വസ്റ്റ്യൻ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്ന മനസ്സാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. 117ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സമായോജന തന്ത്രം ഏത് എന്നാണ്? അത് ഏതാണ്? പ്രക്ഷേപണമാണ് കേട്ടോ, പ്രക്ഷേപണമാണ്. ഇനി അടുത്തത് 118 ഐസ്ക്രീം വളരെ ഇഷ്ടമായതും എന്നാൽ അസുഖമുണ്ടാകുമെന്നതിനാൽ ഐസ്ക്രീം കഴിക്കരുതെന്ന് അമ്മ നിർദ്ദേശിക്കുന്നതുമായിട്ടുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് സമീപന വർജന സംഘർഷം. 119ാമത്തെ ക്വസ്റ്റ്യൻ ത്രിമുഖ സിദ്ധാന്തത്തിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ പെടാത്തത്. അത് ബന്ധങ്ങളാണ്. രൂപം, ശ്രവ്യം, പ്രതീകം തുടങ്ങിയവയെല്ലാം ബന്ധപ്പെടുന്നതാണ്. എന്നാൽ ബന്ധങ്ങൾ മാത്രമാണ് ത്രിമുഖ സിദ്ധാന്തത്തിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളടക്കം അങ്ങനെയുള്ള ആ ഒരു ത്രിമുഖ സിദ്ധാന്തത്തിലെ ഘട്ടങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഇനി 120ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. IQ 70 മുന്നിലുണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കാൻ കഴിയുന്നവരാണ് മന്ദപഠിതാക്കൾ എന്ന് പറയുന്നത്. IQ 70 മുന്നിലുണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കാൻ കഴിയുന്നവരാണ് മന്ദപഠിതാക്കൾ. 121 ആത്മാവബോധം, ആദർശാത്മകമായിട്ടുള്ള അവബോധനം ഇവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തിത്വത്തിൽ വൈകല്യമുണ്ടാക്കും എന്ന് സിദ്ധാന്തിച്ചത് കാൾ റോജേഴ്സ് ആണ്. 122ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ വിഷമിക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായി കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നതിന് കാരണം ഏത് വ്യക്തിത്വ ഘടനത്തിന് ഉദാഹരണമാണ്? ഇതാണ്. 123 ജന്തുക്കൾ കഥാപാത്രമാക്കുന്ന ഒരു പ്രക്ഷേപണ തന്ത്രമാണ് CAT അല്ലേ. CAT എന്ന് പറയുമ്പോൾ കാറ്റ് എന്ന് ആലോചിക്കുക വെക്കുക, ജന്തുക്കൾ കഥാപാത്രമാകുന്നതെന്നും ഓർത്ത് വെക്കുക. ഇനി 124 ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്തഗമനം എന്ന് പറയുന്നത്. 125 പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കുവാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. പൂർവ്വകാല അനുഭവങ്ങളെ ആണെങ്കിൽ അത് തോണ്ടേക്കാണ്. ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തത്തിൻ്റെ 3 ഘടകങ്ങളിൽ പെടാത്തത് ഉള്ളടക്കങ്ങളും ഉൽപ്പന്നങ്ങളും മാനസിക പ്രക്രിയയാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. എന്നാൽ ദത്തങ്ങൾ അതിൽ വരുന്നില്ല അല്ലേ. ഇനി 127 ആണ്. ഒരു കാര്യം സ്വീകരിക്കുകയും ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഭിലഷണീയമായ കാര്യത്തെ ഒഴിവാക്കുകയും വേണം. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷമാണ് സമീപന വർജന സംഘർഷം. 128 സാമൂഹികവും വൈകാരികവുമായ 5 സ്ഥാനശേഷികളാണ് വൈകാരിക ബുദ്ധിക്കുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഗോൾമാൻ ആണ്. സാമൂഹികവും വൈകാരികവുമായിട്ടുള്ള 5 സ്ഥാനശേഷികളാണ് വൈകാരിക ബുദ്ധിക്കുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ഗോൾമാൻ ആണ്. 129 വസ്തുക്കൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്. വിരലുകളും കൈയും ഭുജവും തമ്മിലുള്ള ഒത്തിണക്കവും അളക്കുന്ന ശോധകമാണ് ഫിംഗർ ടെക്സ്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. 130ാമത്തെ ക്വസ്റ്റ്യൻ ജീവിത വിജയത്തിൻ്റെ സൂചകമായി IQവിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഗോൾമാൻ.
ജീവിത വിജയത്തിൻ്റെ സൂചകമായി ഐക്യുവിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച വ്യക്തി ഗോൾമാനാണ്. ഉത്തരങ്ങൾക്കോ അനുമാനങ്ങൾക്കോ പരിഹാരങ്ങൾക്കോ വേണ്ടി ബോധപൂർവവും സമീക്ഷിതവുമായി നടത്തുന്ന ചിന്തനമാണ് പ്രശ്നപരിഹാര ചിന്തനം. പ്രശ്നപരിഹാര ചിന്തനം എന്ന് പറയുന്നത് ഉത്തരങ്ങൾക്കോ അനുമാനങ്ങൾക്കോ പരിഹാരങ്ങൾക്കോ വേണ്ടി ബോധപൂർവമായും സമീക്ഷിതമായും നടത്താവുന്ന ചിന്തനം. 132 പ്രാചീന ഗുരുകുലത്തിൽ അവലംബിച്ചിരുന്ന ബോധന രീതി ചോദ്യോത്തര രീതിയായിരുന്നു. 133 ക്വസ്റ്റ്യൻ. 133 ക്വസ്റ്റ്യൻ. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങളാണ് ഇവയെല്ലാം എന്നാണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠനാനുഭവങ്ങൾ. ഇനി 34 ക്വസ്റ്റ്യൻ. പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളായി അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കുവാനുള്ള ശേഷിയാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. 135 ഡേവിഡ് അസുബലിൻ്റെ പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോധന മാതൃകയാണ് അഡ്വാൻസ് ഓർഗനൈസർ മാതൃക. 136 പാഠ്യപദ്ധതിയുടെ സംഘടനാ സമയത്ത് വിഷയത്തിൻ്റെ ക്രമീകരണത്തിനൊത്ത് ഉള്ളടക്കം സ്വീകരിക്കുന്ന രീതിയാണ് യുക്തിപരമായ സമീപനം. 137 ആഗമന സമീപനത്തിൽ ഉൾപ്പെടുന്നവ ഏത്? ഇവയെല്ലാം. അത് താരതമ്യ പഠനം, വർഗീകരണം, സാമാന്യവൽക്കരണം ഇവയെല്ലാം ആഗമന സമീപനത്തിൽ ഉൾപ്പെടുന്നവയാണ്. താരതമ്യ പഠനം, വർഗീകരണം, സാമാന്യവൽക്കരണം. 138 യുക്തിപരമായ കഴിവ്, കൃത്യത, ചിന്താശക്തി തുടങ്ങിയ വളർത്തി ബുദ്ധിശക്തിയെ വികസിപ്പിക്കുവാൻ കഴിയുന്ന ഗണിതശാസ്ത്ര മൂല്യമാണ് മനഃശിക്ഷണ മൂല്യം എന്ന് പറയുന്നത്. മനഃശിക്ഷണ മൂല്യമാണ് യുക്തിപരമായ കഴിവ്, കൃത്യത, ചിന്താശക്തി തുടങ്ങിയ വളർത്തി ബുദ്ധിശക്തിയെ വികസിപ്പിക്കുവാൻ കഴിയുന്ന ഗണിതശാസ്ത്ര മൂല്യം. 139 ക്വസ്റ്റ്യൻ. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥികൾക്കും പ്രതിപുഷ്ടി നൽകുന്നത് എന്താണ്? അത് സംരചനാ മൂല്യനിർണ്ണയമാണ്. സംരചനാ മൂല്യനിർണ്ണയത്തിലൂടെയാണ് ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥികൾക്കും പ്രതിപുഷ്ടി നൽകുന്നത്. 130 ക്വസ്റ്റ്യൻ. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തിയുടെ ആത്മപരത സ്വാധീനം ചെലുത്തുന്നതാണ് വസ്തുനിഷ്ഠത. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്തുന്നതാണ് വസ്തുനിഷ്ഠത. 141 കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണ്ണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണ്ണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നതാണ്. 142 ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചത് കാതറിൻ ബ്രിഡ്ജസ് ആണ്. 143 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഒരു കുട്ടി യാതൊരു പ്രീ പ്രൈമറി പഠനവും നേടാതെയാണ് എത്തിയിട്ടുള്ളത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ കുട്ടിയുടെ പഠന പുരോഗതിക്കായി എന്ത് നടപടി സ്വീകരിക്കും? ക്ലാസ്സിൽ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകുകയും പ്രത്യേക വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. 144 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം അല്ലാത്തത് ഏതെന്നാണ്? അത് ഡിസ്മാനിയാണ്. ഡിസ്പ്രാക്സിയ നമ്മൾ പഠിച്ചു, ഡിസ്ലെക്സിയ പഠിച്ചു, ഡിസ്ഗ്രാഫിയ പഠിച്ചു, ഡിസ്മാനിയ നമുക്ക് പഠിച്ചിട്ടില്ല അല്ലേ. ഇനി 145 ക്വസ്റ്റ്യൻ. ഒരു ബുദ്ധിശോധകം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ബുദ്ധിശോധകം ഉപയോഗിച്ച് കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷിയാണ് നിർണ്ണയിക്കുന്നത്. ഇനി 146 ക്വസ്റ്റ്യൻ. അന്ന പ്രത്യേക സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന സർഗശേഷിയുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തത്? സംവ്രജന ചിന്ത, വിവ്രജന ചിന്ത, ആശയങ്ങളുടെ പുതുമ, വ്യത്യസ്ത പ്രതികരണങ്ങൾ. അപ്പം അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സർഗശേഷിയുള്ള ഒരു കുട്ടിയാണ്. അപ്പം എന്തായാലും ഡൈവേർജൻ്റ് ആയിട്ട് ചിന്തിക്കാനേ അവൾ ശ്രമിക്കുള്ളൂ. അപ്പം സംവ്രജന ചിന്ത അതിൽ വരില്ല അല്ലേ. ഇനി 147 ക്വസ്റ്റ്യൻ. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാനാകുന്ന ഉയർന്ന ആവശ്യം ഏതാണെന്നാണ്? അത് സ്വത്ത് സാക്ഷാത്കാരമാണ്. 148 വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയക്ക് പറയുന്നത് സർഗാത്മകത എന്നാണ്. വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്നതിനെ പറയുന്നത് സർഗാത്മകത. 149 വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് സ്റ്റേൺബർഗ് ആണ് വിവര വിശകലന സിദ്ധാന്തം സ്റ്റേൺബർഗ്. 150 ചില രക്ഷിതാക്കൾ കുട്ടികൾക്ക് അപകടത്തിൽ പെടുമെന്ന് പേടിച്ച് ഒരു ജോലിയും സ്വന്തമായി ചെയ്യാൻ അനുവദിക്കില്ല. മറിച്ച് അവർ ആ പ്രവൃത്തി കുട്ടിക്ക് വേണ്ടി ചെയ്യും. കുട്ടിയിൽ വളർന്നു വരേണ്ട ഏതു ഗുണമാണ് ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്? സ്വയം ആശ്രയിക്കൽ എന്ന ഗുണമാണ്. 151 തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ്? അത് 30 എണ്ണമാണ്. റൂസോ നിർദ്ദേശിച്ച നൈസർഗിക പരിണത ഫലത്തിൻ്റെ വിനയനം ഉൾപ്പെട്ട പിയാഷെയുടെ സന്മാർഗിക വികസന ഘട്ടം ഏതാണ്? അനോമിയാണ്. നമ്മൾ പഠിച്ചൂല്ലേ നേരത്തെ.
അപ്പം നൈസർഗിക പരിണിത ഫലത്തിൻ്റെ വിനയനം എന്ന് പറഞ്ഞാൽ അത് അനോമിയാണെന്ന് ഓർത്തു വെക്കുക. ഈ 153ാമത്തെ ക്വസ്റ്റ്യൻ, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം രചിച്ചത് ബ്രൂണറാണ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അത് ബ്രൂണറിൻ്റെതാണ്. സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് കോഹ്ലർ. 155ാമത്തെ ക്വസ്റ്റ്യൻ, ബോബോ പാവ പരീക്ഷണം ഏതു മനഃശാസ്ത്രജ്ഞനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ബോബോ പാവ പരീക്ഷണം ഏത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽബർട്ട് ബന്ദൂരയാണ് അല്ലെ. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. 156ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പദ്യഭാഗം നല്ലതുപോലെ ആവർത്തിച്ച് മനസ്സിലാക്കാൻ പിന്നീട് അത് ഓർത്തെടുക്കാൻ കഴിയും. ഇത്തരം സ്മരണയാണ് ശീലസ്മരണ എന്ന് പറയുന്നത്. പുനഃസ്മരിക്കുവാനുള്ള ജനങ്ങളെ വീട്ടിലുള്ള വിവിധ ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നിമോണിക് തന്ത്രമാണ് റോം ഇൻ റൂം അല്ലെ. പുനഃസ്മരിക്കാനുള്ള ഇനങ്ങളെ വീട്ടിലുള്ള വിവിധ ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതാണ് റോം ഇൻ റൂം. സ്വാർത്ഥത താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? മാധ്യമ സവിശേഷതയാണ്. സ്വാർത്ഥത എന്ന് പറയുന്നത് മാധ്യമ സവിശേഷതയാണ്. ക്രഷ്മറുടെ അഭിപ്രായത്തിൽ ഉയരം കൂടിയതും മെലിഞ്ഞതുമായിട്ടുള്ള ദുർബല ശരീരം സാമൂഹ്യ ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം, വൈകാരികത കൂടുതൽ, വിഷാദഭാവം, ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നത് ആസ്തനിക്കാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാകാത്ത ത്വരയുണ്ടാകുന്നതിന് കാരണം ഇതാണ്. വ്യക്തികളെ അന്തർമുഖൻ ബഹിർമുഖൻ എന്ന് തരംതിരിച്ചത് കാൾ യുങ് ആണ്. വ്യക്തികളെ അന്തർമുഖൻ എന്നും ബഹിർമുഖൻ എന്നും തരംതിരിച്ചത് കാൾ യുങ് ആണ്. വൈഗോട്സ്കിയുടെ സിദ്ധാന്ത പ്രകാരം അറിവ് സാമൂഹ്യ ഇടപെടലുകളിലൂടെയാണ് നടക്കുന്നത്. വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചത് താഴെ പറയുന്നവയിൽ ആരാണെന്നാണ്. അത് 163ാമത്തെ ക്വസ്റ്റ്യൻ, ക്രഷ്മറാണ്. കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറഞ്ഞത്. ഇനി 164, ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒരു മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്ന സമീപനമാണ് മാനവിക സമീപനം. 165, അനുഭവങ്ങളും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. അനുഭവങ്ങളും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം, സ്കിന്നറാണ്. 166, യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് വളർച്ചാഘട്ടം, കൗമാരഘട്ടമാണ്. 167, പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിലെ ആദ്യ ഘട്ടം ഏതാണ്? അത് ഇന്ദ്രിയ ചാലക ഘട്ടമാണ് അല്ലെ, സംവേദ ചാലഘട്ടം എന്ന് പറയും. 168, ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുന്ന ഘട്ടം ഏതാണ്? അത് പ്രതിരൂപാത്മക ഘട്ടമാണ്. 169, പിയാഷയുടെ ഏത് സന്മാർഗിക വികസന ഘട്ടത്തിലാണ് തനിക്ക് വേദനയുണ്ടാകുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്നതെന്ന് കുട്ടി ചിന്തിക്കുന്നത്? നമ്മൾ പഠിച്ചു. ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണ് അല്ലെ. അനോമി കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് വരുന്നത്? ഹെറ്ററോണമി റെസിപ്രോസിറ്റി അല്ല, മൂന്നാമത്തതാണ് ഹെറ്ററോണമി റെസിപ്രോസിറ്റി വരുന്നത്. അനോമി, ഹെറ്ററോണമി അതോറിറ്റി, പിന്നെ എന്താണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത് അല്ലേ, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നോ ശിക്ഷ പേടിച്ചിട്ട് നല്ല രീതിയിൽ സന്മാർഗ ഇതിലേക്ക് വരുന്നത്. ഇനി ഹെറ്ററോണമി റെസിപ്രോസിറ്റി ആണ് നമുക്ക് വേദന ഉണ്ടാകുന്നതൊന്നും മറ്റുള്ളവർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. 170, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നത് ഏതാണെന്നാണ്. അതിൽ ഉത്കണ്ഠ, പഠന വൈകല്യങ്ങൾ, താല്പര്യം ഇവയെല്ലാം പെടുന്നുണ്ട്. 171, ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യവഹാരവാദമാണ്. 172, ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോണ്ടയ്ക്ക് ആവിഷ്കരിച്ച പഠന നിയമങ്ങളിൽ പെടാത്തത് വിചലന നിയമമാണ്. അപ്പോൾ അഭ്യാസ നിയമം, ഫലനിയമം, സന്നദ്ധതാ നിയമമൊക്കെ തോണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയങ്ങളിൽ വരുന്നതാണ്. എന്നാൽ വിചലന നിയമം ഇല്ല അല്ലേ. 173, സംഖ്യകൾ ഓർമ്മയിൽ നിർത്തിക്കാൻ സഹായിക്കുന്ന രീതി ഏതാണെന്നാണ്. അത് ചങ്കിങ് ആണ് കേട്ടോ. ചങ്കിങ് ആണ് സംഖ്യകൾ ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന രീതി. സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകം ഏതാണ്? അത് ഇതാണ്. പൂർവ്വകാലത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ അവതരിപ്പിച്ചത് ഫ്രോയിഡാണ്. 176, സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുക്കളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രക്ഷേപണ തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത് കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് പഠിപ്പിക്കുക എന്നതായിരിക്കും. ഇനി 178ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനങ്ങളിൽ വ്യതിയാനം നടത്തി പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അസൈൻമെൻറ്റുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നത്
അനുവദിക്കുന്നതിനെ അക്കോമഡേഷൻസ് എന്ന് പറയുന്നു. അക്കോമഡേഷൻസ്. 179 പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? കളികളാണ്. 180 താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഫാഷനിലുള്ള താല്പര്യമാണ്. ഫാഷനിലുള്ള താല്പര്യം. 181 ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾ പിന്തുണയേകുന്ന ആക്ട് PWD ആക്ട് ആണ്. 182 വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആവിഷ്കരിച്ചത് കാൾ യുങ് ആണ്. 183 കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നത് സ്വാംശീകരണം. 184 ഭാഷാപഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത് മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന്. 185 സ്വന്തം പോരായ്മകൾ മറക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്ന സമായോജന തന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. 186 ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യമാണ് ഡിസ്ലെക്സിയ. 187 എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദനങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നത് വ്യവഹാരവാദമാണ്. 188 ക്വസ്റ്റ്യൻ വികാരപരമായ ചിന്തകളുടെ ആസ്ഥാനമായിട്ട് പഠനത്തിൻ്റെ മണ്ഡലം ഡേഷാണ്. വൈകാരിക മണ്ഡലമാണ്. 189 ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? വളർച്ച പരിമാണികമല്ല. വളർച്ച പരിമാണികമല്ല എന്നതാണ്. കോശവിഭജനം മൂലം പിണ്ഡത്തിൽ ഉണ്ടാകുന്ന വർധനവാണ് വളർച്ച എന്ന് പറയുന്നത്. വളർച്ച വികാസ പ്രക്രിയയിലെ പല അംശങ്ങളിൽ ഒന്നു മാത്രമാണ്. വളർച്ച ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുവാനും അളക്കുവാനും കഴിയും. ഇതിൽ തെറ്റായതെന്ന് പറഞ്ഞാൽ വളർച്ച പരിമാണികമല്ല എന്നതാണ്. വളർച്ച പരിമാണികമാണ്. 190 നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം മക്ക് ക്ലെൻ്റാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 191 രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്നതിൻ്റെ അവൻ്റെ അഭിപ്രായം. കോൾബർഗിൻ്റെ നൈതിക വികാസത്തിന് ഏത് ഘട്ടത്തിൽ രോഹിത്തിനെ ഉൾപ്പെടുത്താം? വ്യവസ്ഥാപിത തലത്തിലാണ്. പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. റോഷ ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ് ഒരു വിക്ഷേപണ തന്ത്രമാണ്. റോഷ ഇങ്ക്പ്ലോട്ട് ടെസ്റ്റ്. 194 ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ IQവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ കഴിയും? 100 ആയിരിക്കും. ഒരു പഠിതാവ് നിലവിൽ ആർജിച്ചിരിക്കുന്ന അറിവിനെ ശേഷി തലത്തെ കുറിക്കാൻ വൈഗോട്സ്കി ഉപയോഗിക്കുന്ന പദം യഥാർത്ഥ വികസന തലമാണ്. യഥാർത്ഥ വികസന തലം. ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതാണ് പ്രായോഗികം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കിയതാണ്. 197 ഒരു വിഷയത്തിൻ്റെ പഠനം മറ്റൊന്നിൻ്റെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ അത് ന്യൂന സംക്രമണമാണ്. 198 കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഹൃദ്യസ്ഥമാക്കി പരീക്ഷാ കടലാസിൽ പകർന്നു വയ്ക്കുന്ന കുട്ടികൾ പ്രകടിപ്പിക്കുന്ന സ്മരണയാണ് യാന്ത്രിക സ്മരണ. ഇനി 199 ക്വസ്റ്റ്യനാണ്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസഘട്ടം ലിംഗഘട്ടമാണ്. 200 ക്വസ്റ്റ്യനാണ്. ലബോറട്ടറി പദ്ധതി എന്നറിയപ്പെടുന്നത് ഡാൾട്ടൺ പദ്ധതിയാണ്. ലബോറട്ടറി പദ്ധതി എന്നറിയപ്പെടുന്നത് ഡാൾട്ടൺ പദ്ധതി. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു ഓൾ.